നെഗേഷൻ ഓഫ് ക്വാണ്ടിഫൈഡ് എക്സ്പ്രഷൻസ്. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള ക്വാണ്ടിഫിക്കേഷൻ ആണ് പറഞ്ഞത് അല്ലേ? യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷനും അതുപോലെ തന്നെ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫിക്കേഷനും. അപ്പോൾ നമ്മൾ ഡൊമൈനിലുള്ള എലമെൻറ്റ്സ് x1 x2 എക്സെട്ര xn ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ ഡിനോട്ട് ചെയ്തിരുന്നത്? ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് അല്ലേ? ഇറ്റ് ഈസ് സെയിം ആസ്, ഇത് നമ്മൾ എന്തിനോടാണ് സെയിം എന്ന് പറയുന്നത്? പി ഓഫ് എക്സ് വൺ കൺജങ്ഷൻ പി ഓഫ് എക്സ് ടു കൺജങ്ഷൻ എക്സെട്ര കൺജങ്ഷൻ പി ഓഫ് എക്സ് എൻ അല്ലേ? ഇതിനോട് ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു പി ഓഫ് എക്സ് വൺ കൺജങ്ഷൻ പി ഓഫ് എക്സ് ടു കൺജങ്ഷൻ എക്സെട്ര കൺജങ്ഷൻ പി ഓഫ് എക്സ് എൻ. ഓക്കെ, അതുപോലെ നമ്മളിവിടെ പറയുന്നത് നെഗേഷൻ ആണ് അല്ലേ? നെഗേഷൻ ഓഫ് ദിസ് നമുക്ക് എങ്ങനെ എഴുതാം? നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു നെഗേഷൻ ഓഫ് ഇത് അല്ലേ? പി ഓഫ് എക്സ് വൺ കൺജങ്ഷൻ പി ഓഫ് എക്സ് ടു കൺജങ്ഷൻ എക്സെട്ര കൺജങ്ഷൻ പി ഓഫ് എക്സ് എൻ എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്തൂടെ? എന്തായിരുന്നു ഡി മോർഗൻസ് ലോ? മോർഗൻസ് ലോ പറഞ്ഞത് നെഗേഷൻ ഓഫ് പി കൺജങ്ഷൻ ക്യൂ ഇസ് ഈക്വൽ ടു നെഗേഷൻ പി ഡിസ്ജങ്ഷൻ നെഗേഷൻ ക്യൂ അല്ലേ? ഇങ്ങനെയായിട്ട് മാറുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ പി ക്യൂ എന്നുള്ളതിന് പകരം പി ഓഫ് എക്സ് വൺ പി ഓഫ് എക്സ് ടു എക്സെട്ര. അപ്പോൾ ഇത് നമ്മളിവിടെ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? നെഗേഷൻ ഓഫ് പി ഓഫ് എക്സ് വൺ കൺജങ്ഷൻ മാറിയിട്ട് എന്താവും? ഡിസ്ജങ്ഷൻ നെഗേഷൻ പി ഓഫ് എക്സ് ടു ഡിസ്ജങ്ഷൻ എക്സെട്ര ഡിസ്ജങ്ഷൻ നെഗേഷൻ പി ഓഫ് എക്സ് എൻ. ഓക്കെ, ഇങ്ങനെയായിട്ട് മാറും അല്ലേ? ഇവിടെ നമ്മൾ ഏത് ലോ ആണ് അപ്ലൈ ചെയ്തത്? ഡി മോർഗൻസ് ലോ. ഇസ് ഈക്വൽ ടു ഇതെന്താണ്? ദർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് അല്ലേ? ഇങ്ങനെയല്ലേ വരിക? കാരണം എന്താണ്? നമ്മൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇസ് ദ കൺജങ്ഷൻ ഓഫ് പി ഓഫ് എക്സ് വൺ പി ഓഫ് എക്സ് ടു അങ്ങനെയാണ് പറഞ്ഞത്. ബട്ട് ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് വൺ ഡിസ്ജങ്ഷൻ പി ഓഫ് എക്സ് ടു ഡിസ്ജങ്ഷൻ എക്സെട്ര ഡിസ്ജങ്ഷൻ പി ഓഫ് എക്സ് എൻ ഇങ്ങനെയാണ് വരുന്നത് ദർ എക്സിസ്റ്റ് ആകുമ്പോൾ. അപ്പോൾ ഇതെന്താണ്? നെഗേഷൻ പി ഓഫ് എക്സ് വൺ നെഗേഷൻ പി, അതായത് നെഗേഷൻ പി ഓഫ് എക്സിൻ്റെ ദർ എക്സിസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അതായത് ഫോർ ഓൾ എക്സ്. അപ്പോൾ നമുക്ക് ഇതിന്ന് എന്ത് എഴുതാം? നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ്. ഓക്കെ, ഇതാണ് ഒന്ന് കിട്ടിയത്. അതുപോലെ നമുക്ക് എന്തെടുക്കാം? ഇവിടെ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കാം? ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ്, അതായത് അതിൻ്റെ നെഗേഷൻ എടുക്കാം. നെഗേഷൻ ഓഫ് ദർ എക്സിസ്റ്റ് എക്സ് അല്ലേ? എങ്ങനെ ഒരു നെഗേഷൻ ഓഫ് ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? അപ്പോൾ ഫോർ ഓൾ എക്സ് നെഗേഷൻ ഓഫ് പി ഓഫ് എക്സ് അല്ലേ? ഇതിനോടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഡി മോർഗൻസ് ലോ ഫോർ ക്വാണ്ടിഫയേഴ്സ്. ഓക്കെ, ക്വാണ്ടിഫിക്കേഷൻ്റെ ഡി മോർഗൻസ് ലോ ആണിത്. ഇത് ലോജിക്കലി ഇനി എങ്ങനെ പ്രൂവ് ചെയ്യുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഡി മോർഗൻസ് ലോസ് ഓഫ് ക്വാണ്ടിഫയേഴ്സ്. ഇതിൽ ഫസ്റ്റ് ലോ ആണ് നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈസ് ഇക്വലൻ്റ് ടു ദർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമുക്ക് ലോജിക്കലി എങ്ങനെ വരുന്നു നോക്കാം. First, let p of x be any prepositional function. Okay. First, let p of x be any prepositional function. And let negation for all x p of x is true. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അങ്ങനെ എടുക്കുകയാണ്. ഇത് ട്രൂ ആണ് അല്ലേ? നെഗേഷൻ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈസ് ട്രൂ. അങ്ങനെയാണെങ്കിൽ ദെൻ നമുക്ക് എന്തെഴുതാം? ദെൻ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്തായിരിക്കും? നെഗേഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നെഗേഷൻ ഓഫ് നെഗേഷൻ അല്ലേ? അതായത് അതെന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും അല്ലേ? ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? നെഗേഷൻ ഓഫ് നെഗേഷൻ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ആണ്. അതെന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? അതായത് സിൻസ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈസ് ഫോൾസ് അല്ലേ? ഇത് ഫോൾസ് ആണ്. ഇത് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് ഫോൾസ് ആവുന്ന രീതിയിൽ ഒരു എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യും അല്ലേ? അതായത് ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് എ ഇൻ ദ യൂണിവേഴ്സ് ഓഫ് ഡിസ്കോസ് സച്ച് ദാറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ ഈസ് ഫോൾസ്. ഓക്കെ, എന്തെഴുതാം? ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ്. ഇത് ഫോൾസ് ആവുന്ന ടൈപ്പിൽ ഒരു എലമെൻറ്റെങ്കിലും എക്സിസ്റ്റ് ചെയ്യും അല്ലേ? ദർ എക്സിസ്റ്റ് an element A in the universe of discourse such that P of A is false. P of A false ആവുന്ന ടൈപ്പിൽ ഒരു എ എങ്കിലും എക്സിസ്റ്റ് ചെയ്യും.
അതായത് പി ഓഫ് എ ഫോൾസ് ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് നെഗേഷൻ ഓഫ് പി ഓഫ് എ എന്തെഴുതാം? നെഗേഷൻ ഓഫ് പി ഓഫ് എ ഈസ് ട്രൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ദസ് ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് എ ഇൻ ദ ഡൊമൈൻ സച്ച് ദാറ്റ് നെഗേഷൻ പി ഓഫ് എ ഈസ് ട്രൂ അല്ലേ. അതെന്തെഴുതാം? ദസ് ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ്, നമ്മൾ ലോജിക്കലി ആ വേർഡ്സിൽ എഴുതുക എന്നുള്ളൂ കേട്ടോ. ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് എ in the universe of discourse or domain such that negation P of A is true അല്ലേ. ഇത് ട്രൂ ആവുന്ന ടൈപ്പിൽ ഒരു എ യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സിൽ അതായത് ഡൊമൈനിൽ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഹെൻസ് ദ പ്രിപ്പോസിഷൻ, ഇതിൻ്റെ മീനിങ് ആണ് ദസ് ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ വേർഡ് എങ്ങനെ എഴുതാം? സിംബോളിക്കലി ദർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് ഈസ് ട്രൂ. ഓക്കെ അല്ലേ. ദർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് ഈസ് ട്രൂ. ഓക്കെ ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് എ എന്നുള്ള ഒരു എലമെൻറ്റിലും ദർ എക്സിസ്റ്റ് ആൻ എക്സ്, ആ എക്സ് എന്താണ് ഇവിടെ? എ ആണ് അല്ലേ. ദർ എക്സിസ്റ്റ് ആൻ എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് അല്ലേ. പി ഓഫ് എ എന്നുള്ളടത്ത് എക്സ് അല്ലേ. പി ഓഫ് എക്സ് ഈസ് ട്രൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫോർ നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് വിച്ച് ഈസ്, അത് ട്രൂ ആണ് നമ്മൾ എടുത്തപ്പോൾ അല്ലേ. നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈസ് ട്രൂ എന്ന് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് ഈസ് ട്രൂ. അറ്റ് ഈസ് ഇതിന് എന്തെഴുതാം? എന്തെഴുതാം? നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് വിച്ച് ഈസ് ഇക്വലൻറ്റ് ടു ദർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ്. ഇതാണ് ഡി മോർഗൻസ് ലോ ഓഫ് ക്വാണ്ടിഫയേഴ്സിൽ ഫസ്റ്റ് വരുന്നത്. ഇനി സെക്കൻഡ് വൺ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. സെക്കൻഡ് വൺ എന്താണ്? നെഗേഷൻ ഓഫ് ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് വിച്ച് ഈസ് ഇക്വലൻറ്റ് ടു ഫോർ ഓൾ എക്സ് നെഗേഷൻ പി ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണം? നെഗേഷൻ ഓഫ് ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ഈസ് ട്രൂ എന്ന് എടുക്കുക അല്ലേ. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ഫോർ ഓൾ എക്സ് പി ഓഫ് നെഗേഷൻ പി ഓഫ് എക്സ് ഈസ് ട്രൂ എന്ന് കിട്ടുക. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ നോക്ക്. എക്സ്പ്രസ് ഈച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് യൂസിങ് ക്വാണ്ടിഫയേഴ്സ്, ദെൻ ഫോം എ നെഗേഷൻ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് അല്ലേ. ഇതിൽ ഓരോന്നും നമുക്ക് ചെയ്യാനാണ്. ഫസ്റ്റ് വൺ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ആദ്യം ഏതാണ് ക്വാണ്ടിഫയർ എന്നുള്ളത് ആദ്യം കണ്ടെത്തണം. അതായത് യൂണിവേഴ്സലാണോ എക്സിസ്റ്റൻഷ്യൽ ആണോ എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ നെഗേഷൻ അല്ലേ, ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷൻ ചെക്ക് ചെയ്യണം. സോ ദാറ്റ് ദ നെഗേഷൻ ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് ക്വാണ്ടിഫയേഴ്സ് ആൻഡ് എക്സ്പ്രസ് ദ നെഗേഷൻ എസ് എ, ആ കിട്ടിയ നെഗേഷൻ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിൾ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് some old dog can learn new tricks. Okay, some old dog can learn new tricks. അപ്പോൾ അവിടെ ഫസ്റ്റ് വൺ നിങ്ങൾ നോക്ക്. നമുക്ക് ലെറ്റ് എക്സ് എന്നുള്ളത് എങ്ങനെ എടുക്കാം? ഇവിടെ സം ഓൾഡ് ഡോഗ് എന്നാണ്, എല്ലാതും ഇല്ല, കുറച്ചാണ് പറയുന്നത്. അതായത് ദർ എക്സിസ്റ്റ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം, ഫോർ ഓൾ എന്ന് കണ്ടാൽ യൂണിവേഴ്സലാണ്, സം ഫ്യൂ എന്നൊക്കെ കണ്ടാൽ എന്താ വരിക? എക്സിസ്റ്റൻഷ്യലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താ വരിക? ദർ എക്സിസ്റ്റ് ആൻ ഓൾഡ് ഡോഗ് സച്ച് ദാറ്റ് ഇറ്റ് ക്യാൻ ലേൺ ന്യൂ ട്രിക്സ്. നമുക്ക് അങ്ങനെ ആക്കി ഇതിനെ എഴുതാം അല്ലേ. ദർ എക്സിസ്റ്റ് ആൻ ഓൾഡ് ഡോഗ് സച്ച് ദാറ്റ് ഇറ്റ് ക്യാൻ, അതെന്ത് ചെയ്യും? ഇറ്റ് ക്യാൻ ലേൺ ന്യൂ ട്രിക്സ് അല്ലേ. അതിനെന്തിനുള്ള കഴിവുണ്ട്? ലേൺ ന്യൂ ട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ സെൻറ്റൻസിന് സം ഫ്യൂ എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ദർ എക്സിസ്റ്റ് യൂസ് ചെയ്തിട്ട് എക്സിസ്റ്റൻഷ്യൽ ആണ് വരുന്നത്. ഇവിടെ നമുക്ക് എക്സ് എന്താക്കി എടുക്കാം? ലെറ്റ് ദ വേരിയബിൾ എക്സ് ഡിനോട്ട് ആൻ ഓൾഡ് ഡോഗ്. ഓക്കെ, ലെറ്റ് എക്സ് ഡിനോട്ട് ആൻ ഓൾഡ് ഡോഗ്. ഓക്കെ, ആൻഡ് പി ഓഫ് എക്സ് എന്നുള്ള പ്രെഡിക്കേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ലേൺ അല്ലേ, എക്സ് ലേൺ ന്യൂ ട്രിക്ക്. ഓക്കെ, ന്യൂ ട്രിക്സ്. എക്സ് ലേൺ, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾഡ് ഡോഗ്സ്. ആൻഡ് എക്സ് ലേൺ ന്യൂ ട്രിക്സ് എന്നുള്ളതാണ് എന്ത് വരുന്നത്? പ്രെഡിക്കേറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എന്തായിരിക്കും? യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ഡോഗ്സ് അല്ലേ. സെറ്റ് ഓഫ് ഓൾ ഓൾഡ് ഡോഗ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ഓൾഡ് ഡോഗ്സ്. ഓക്കെ, എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ നമുക്കിതിനെ സിംബോളിക്കലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ദർ എക്സിസ്റ്റ് ആൻ എക്സ് അല്ലേ, അതായത് ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ്. ഓക്കെ, ദർ എക്സിസ്റ്റ് ആൻ എക്സ് ആണ്, ഫോർ ഓൾ അല്ല. ദർ എക്സിസ്റ്റ് ആൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഡിനോട്ട് ദ ഓൾഡ് ഡോഗ് സച്ച് ദാറ്റ് പി ഓഫ് എക്സ് അല്ലേ. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മളോട് എന്താ പറഞ്ഞുള്ളത്? ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷൻ അല്ലേ. ഇതിൻ്റെ നെഗേഷൻ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു
ഡിമോർഗൻസ് ലോ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ നെഗേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ്. ഇതിൻ്റെ നെഗേഷൻ ഇതാണ് നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊരു നെഗേഷൻ ഓഫ് ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് വിച്ച് ഈസ് ഇക്വലൻറ്റ് ടു. ഇതെന്തിനോടാണ് നമ്മൾ ഡിമോർഗൻസ് ലോ യൂസ് ചെയ്തിട്ട് ഇക്വലൻ്റ് ആണെന്ന് പറഞ്ഞത്? ഫോർ ഓൾ എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് അല്ലേ. ഫോർ ഓൾ എക്സ് നെഗേഷൻ പി ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റൻസിന് അല്ലേ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എങ്ങനെ വേർഡ്സിൽ എഴുതാം? നമ്മൾ ദർ എക്സിസ്റ്റ് ആൻഡ് ഓൾഡ് ഡോഗ് നടത്തിയത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? നെഗേഷൻ ഫോർ ഓൾ എന്നാണ് കിട്ടിയത് അല്ലേ. അതായത് ഫോർ ഓൾ അല്ലെങ്കിൽ ഫോർ എവരി എന്ന് കൊടുക്കാം. ഫോർ എവരി ഓൾഡ് ഡോഗ് ഇറ്റ് ക്യാനോട്ട് എന്നാണ് വരിക. കാരണം ഇവിടെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ലേൺ ന്യൂ ട്രിക്സ് എന്നാണ് അല്ലേ. അപ്പോൾ നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? എക്സ് ക്യാനോട്ട് ലേൺ ന്യൂ ട്രിക്സ് എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് പറഞ്ഞാൽ ഫോർ എവരി ഡോഗ് അല്ലെ, എവരി ഓൾഡ് ഡോഗ് ഇറ്റ് ക്യാനോട്ട് ലേൺ ന്യൂ ട്രിക്ക്. അങ്ങനെയല്ലേ വരിക? ഇറ്റ് ക്യാനോട്ട് ലേൺ ന്യൂ ട്രിക്ക്. ഓക്കെ, ന്യൂ ട്രിക്സ്. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത് അല്ലേ. ഫോർ എവരി ഓൾഡ് ഡോഗ് പി ഓഫ് എക്സ് എന്നുള്ള എന്തായിരുന്നു? ഇറ്റ് ക്യാൻ ലേൺ ന്യൂ ട്രിക്സ് എന്നായിരുന്നു. അപ്പോൾ ഇറ്റ് ക്യാനോട്ട് ലേൺ ന്യൂ ട്രിക്ക് എന്നായിരിക്കും അതിൻ്റെ നെഗേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ സിമ്പിൾ ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഇതിൻ്റെ മീനിങ് എന്താ? അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയാന്നുണ്ടെങ്കിൽ നോ ഓൾഡ് ഡോഗ് ക്യാൻ ലേൺ ന്യൂ ട്രിക്സ് അല്ലേ. എന്താ വരുന്നത്? നോ ഓൾഡ് ഡോഗ് ക്യാൻ ലേൺ ന്യൂ ട്രിക്ക് അല്ലേ, ന്യൂ ട്രിക്സ്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ക്ലിയർ ആയില്ലേ? പിന്നെ അതുപോലെ സെക്കൻഡ് വൺ നോക്ക്. അപ്പോൾ അതുപോലെ ഈ സെക്കൻഡ് വൺ നോക്ക്. ദർ ഈസ് എ ഹോഴ്സ് ദാറ്റ് ക്യാൻ ആഡ് അല്ലേ. ഈ സെക്കൻഡ് വണ്ണും ഇതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിലെ ദർ ഈസ് എന്നാണ് പറയുന്നത്. അതായത് ദർ എക്സിസ്റ്റ് എന്നുള്ള മീനിങ് തന്നെയാണ് അല്ലേ ഇവിടെയും വരുന്നത്. ആദ്യം നമ്മൾ അത് സെലക്ട് ചെയ്യണം കേട്ടോ. അതായത് യൂണിവേഴ്സൽ ആണോ എക്സിസ്റ്റൻഷ്യൽ ആണോ എന്നുള്ളത് ആദ്യം നമ്മൾ കൺഫേം ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? എക്സിസ്റ്റൻഷ്യൽ തന്നെയാണ് അല്ലേ. അതായത് ദർ എക്സിസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് എന്നുള്ളതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എക്സ് ഡിനോട്ട് എ ഹോഴ്സ് എന്ന് എടുക്കാം അല്ലേ. എക്സ് ഡിനോട്ട് എ ഹോഴ്സ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ക്യൂ ആണ് എടുക്കുന്നതെങ്കിൽ ദെൻ ക്യൂ ഓഫ് എക്സ് എന്നുള്ളത് നമുക്ക് എന്തെടുക്കാം? ക്യൂ ഓഫ് എക്സ് ബി ദ പ്രെഡിക്കേറ്റ് that x can add അല്ലേ. x എന്നുള്ളത് എന്താണ്? x is horse and x can add എന്നുള്ളതാണ് q of x എടുക്കുന്നത്. q of x is the preposition x can add. ഓക്കെ, ഇങ്ങനെയാണ് പ്രിപ്പോസിഷൻ എടുക്കേണ്ടത്. അപ്പം നമുക്ക് എന്തായിരിക്കും സിംബോളിക്കലി വരുന്നത്? ദർ എക്സിസ്റ്റ് എക്സ് ക്യൂ ഓഫ് എക്സ് അല്ലേ, ഇങ്ങനെയാണ് വരുന്നത്. ദെൻ ഇതിൻ്റെ നെഗേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഇതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ ഡിമോർഗൻസ് ലോ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? ഫോർ ഓൾ എക്സ് നെഗേഷൻ ക്യൂ ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതിലെന്താണ് വ്യത്യാസം വരുന്നത് നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ സെക്കൻഡ് വൺ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. തേർഡ് വൺ ഞാൻ പറഞ്ഞു തരാം. എവരി ബേർഡ് ക്യാൻ ഫ്ലൈ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? എവരി ബേർഡ് ആണ് ഇല്ലേ, എല്ലാ അതുമാണ്. അതായത് ഫോർ ഓൾ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അതായത് യൂണിവേഴ്സലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വരുന്നത് എവരി ബേർഡ് ക്യാൻ ഫ്ലൈ അല്ലേ. എവരി ബേർഡ് ക്യാൻ ഫ്ലൈ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്ത് എഴുതാം? ഫോർ എവരി ബേർഡ് ഇറ്റ് ക്യാൻ ഫ്ലൈ അല്ലേ, അങ്ങനെ എഴുതാം. ഫോർ എവരി ബേർഡ് ഇറ്റ് ക്യാൻ ഫ്ലൈ അല്ലേ, എല്ലാ ബേർഡിനും ഫ്ലൈ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് എന്തെടുക്കണം? എക്സ് ഡിനോട്ട് എ ബേർഡ് അല്ലേ. എക്സ് ഡിനോട്ട് എ ബേർഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദെൻ ടി ഓഫ് എക്സ് എന്നുള്ള പ്രെഡിക്കേറ്റ് കൊടുക്കാം. ടി ഓഫ് എക്സ് സച്ച് ദാറ്റ് എന്തായിരിക്കും പ്രെഡിക്കേറ്റ് വരുന്നത്? എക്സ് എന്നുള്ള ബേർഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ക്യാൻ ഫ്ലൈ അല്ലേ. എക്സ് ക്യാൻ ഫ്ലൈ. ഓക്കെ, എക്സ് ക്യാൻ ഫ്ലൈ എന്നുള്ളതാണ് എന്ത് വരുന്നത്? പ്രെഡിക്കേറ്റ് വരുന്നത്. ദെൻ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് അപ്പോൾ എങ്ങനെ സിംബോളിക്കലി എഴുതാം? ഫോർ ഓൾ എക്സ് ടി ഓഫ് എക്സ്. ഓക്കെ, ദെൻ ഇതിൻ്റെ നെഗേഷൻ ആണ് അല്ലേ. നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് ടി ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വലൻറ്റ് ടു എന്താ നമ്മളിപ്പോൾ പറഞ്ഞത്? ഫോർ ഓൾ എക്സ് ടി ഓഫ് എക്സിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ ദർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ ടി ഓഫ് എക്സ്. ഓക്കെ, ഇങ്ങനായി മാറും അല്ലേ. അതായത് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഫോർ എവരി ബേർഡ് ഇറ്റ് ക്യാൻ ഫ്ലൈ എന്നുള്ളതിനെ എങ്ങനെയായിട്ട് മാറും? ദർ എക്സിസ്റ്റ് എ ബേർഡ് സച്ച് ദാറ്റ് അല്ലേ. ഫോർ എവരി എന്നുള്ളത് മാറിയിട്ട് എന്തായിട്ട് മാറും? ദർ എക്സിസ്റ്റ് എ ബേർഡ് സച്ച് ദാറ്റ് ഇറ്റ് ക്യാനോട്ട് ഫ്ലൈ. ടി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഫ്ലൈ ആണ്. അപ്പോൾ ഇറ്റ് ക്യാനോട്ട് ഫ്ലൈ. ദാറ്റ് ഈസ് ദ നെഗേഷൻ ഓഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദർ എക്സിസ്റ്റ് a bird such that it cannot fly. It cannot fly.
ദാറ്റ് ഈസ് ഇതിന് സിമ്പിൾ ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ എഴുതാം? ദർ ഈസ് എ ബേർഡ് ഹൂ ക്യാനോട്ട് ഫ്ലൈ അല്ലേ? അതല്ല അതിൻ്റെ മീനിങ്. ഒരു ബേർഡ് ഉണ്ട് പറക്കാൻ കഴിയാത്തത് അല്ലേ? അതാണ് അതിൻ്റെ മീനിങ്. ദർ ഈസ് എ ബേർഡ് ഹൂ ക്യാനോട്ട് ഫ്ലൈ അല്ലേ? അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? പറക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇംഗ്ലീഷിൽ അത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നെഗേഷൻ ഓഫ് എ ക്വാണ്ടിഫയർ എക്സ്പ്രസ് ചെയ്യുന്നത്.